കവിത. വാക്കുകളുടെ തൂക്കം. ഉത്തരം തേടി എങ്ങെല്ലാം എത്ര വട്ടമലഞ്ഞു ഞാൻ, ഉത്തരം തേടി എങ്ങെല്ലാം എത്ര വട്ടമലഞ്ഞു ഞാൻ. കിട്ടിയില്ലൊന്നും ഇന്നോളം മുട്ടാതില്ലൊരു വാതിലും, അറിവിൻ നിറകുടം ഞാനെന്ന് ഒരു വേള നനച്ചുപോയി. അറിവിൻ നിറകുടം ഞാനെന്നൊരു വേള നനച്ചുപോയി. അറിവേ നിന്നഹങ്കാര പരിവേഷം പഴന്തുണി. അറിവേ നിന്നഹങ്കാര പരിവേഷം പഴന്തുണി. വിക്രമാദിത്യ ഭൂപന്റെ വിക്രമങ്ങളിലൊന്നിതും ചോദ്യം രാമായണത്തിന്റെ കാതലേതെന്നതാണെടോ. തന്നോടുന്നീതമി ചോദ്യം വന്ന മാർഗമറിഞ്ഞുതാൻ, വിപ്രൻ വരരുചിക്ക് ഒട്ടൊരപ്രിയം തോന്നി തെല്ലിടാം. തന്നെ ഒട്ടൊന്ന് താഴ്ത്തിയിടാൻ ഉന്നം വെച്ചൊരു പണ്ഡിതൻ പാരവെച്ചത് കൊണ്ടല്ലോ, ആ സാരമില്ല ശ്രമിച്ചിടാം. ആരും ഉത്തരമേകാത്ത കാരണം കൊണ്ട് ഭൂപതി വാരം 2 കനിഞ്ഞേയി കാര്യം കണ്ടുപിടിച്ചിടാൻ. ഉത്തരം തേടിനാൻ എത്രയെത്ര പിന്നിട്ട് കാടുകൾ. ഇപ്പോഴീ മാമരച്ചോട്ടിൽ അല്പമൊന്നിളവേൽക്കവേ, ഉച്ചവെയിലിൽ ഇളം തെന്നൽ പിച്ച വെച്ചു വരുന്നതും, ചില്ലയിൽ കിളി 2 എണ്ണം കൊക്കുരുമ്മിയിരിപ്പതും, കാട്ടുചോലയിലെ വെള്ളച്ചാട്ടവും നീർക്കണങ്ങളും. രോമഹർഷദം എന്നാലും രാമ ചോദ്യത്തിനുത്തരം കിട്ടിയില്ലിനിയും നീട്ടിക്കിട്ടുകില്ലൊരു വാസരം. കിട്ടുകില്ലിനിയും നീട്ടിക്കിട്ടുകില്ലൊരു വാസരം. നട്ടുച്ചയ്ക്ക് തണുപ്പായിൽ ഒട്ടുനേരം മയങ്ങവേ കേട്ടു ഞാനാ മരക്കൊമ്പിൽ കൂട്ടം കൂടിയ പക്ഷികൾ ഏതോ വിചിത്ര ശബ്ദത്തിൽ ഓതുന്നു വിദ്ധി വിദ്ധി എന്ന്. ഉത്തരം കിട്ടി സന്തോഷിച്ച് അത്തവിൽ ഞാൻ ഉണർന്നുപോയി. യക്ഷികൾ പക്ഷിരൂപത്തിൽ വൃക്ഷക്കൊമ്പിലിരിക്കവേ പണ്ഡിതന്റെ വിഷാദത്തിൽ പങ്കുചേർന്നേകിയുത്തരം. രാജസന്നിധിയിൽ ചെന്നു വാജിവേഗത്തിലന്നു ഞാൻ. വാൽമീകി വന്ദനം. താവകാത്മാവിൽ നിന്നുറന്നതാം വാക്കുകൾക്കുള്ള തൂക്കം ഞാൻ ഓർക്കുന്നു വിനയാന്വിതം. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം, അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ഈ സംസ്കൃത ശ്ലോകത്തിന്റെ മലയാള രൂപം. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജ എന്നറിഞ്ഞുകൊൾ, പിന്നെ അയോധ്യയെന്ന് ഓർത്തിടവിയേ.